നമ്മളിന്ന് സിംഗപ്പൂർ നൂഡിൽസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെ നോക്കാം. തന്നെ കുറച്ച് പ്രോൺസ് ഞാനിവിടെ 2-3 പ്രോൺസ് എടുത്തൊന്ന് ചൂടാക്കാനിട്ടുണ്ട്. ചെറുതായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടൊന്ന് ചൂടാക്കുക. സിംഗപ്പൂർ ഫ്രൈഡ് റൈസിന് മെയിനായിട്ട് വേണ്ടത് റൈസ് വെർമിസിലിയാണ്. അതായത് നമ്മുടെ ഈ സാധാരണ കിട്ടുന്ന വെർമിസിലി എന്ന് പറഞ്ഞാൽ ഗോതമ്പിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് റൈസിലുണ്ടാക്കുന്നത് ഏകദേശം നമുക്ക് ചൂടുവെള്ളത്തിലിട്ടെടുക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതാണ് നമുക്ക് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റൈസ് വെർമിസിലിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് റൈസ് വെർമിസിലി ഇട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകമായിട്ട് വരും. കുറച്ച് വെള്ളം ചൂടാക്കാം. സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു സവാള ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നമ്മുടെ റൈസ് വെർമിസിലി ഒരു ബേസിനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം ചൂടാകുമ്പോൾ വെള്ളം കുറച്ച് നേരം ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് വയ്ക്കാം. പ്രോൺസ് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെർമിസിലി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും വെന്താൽ മതിയാകും. നമുക്കിതിനെ വെള്ളം മാറ്റിയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും. നമുക്ക് ആ സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത്. സവാള ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ആയാലും മതി. പേസ്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ ബീൻസ്, കോളിഫ്ലവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് വെജിറ്റബിൾസ്, ഇപ്പം ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കോണും ഗ്രീൻ പീസാണുള്ളത്, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പ്രോൺസ് ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ഇതേപോലെ തന്നെ ചിക്കനോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്ക്വിഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് നമ്മുടെ ആവശ്യം പോലെ എന്ത് വേണോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പ്രോൺസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയാണ് അടുത്തത് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് മുട്ട. മുട്ട നമുക്ക് ഇതിനൊന്നൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് തവയിലേക്ക് മുട്ട ആഡ് ചെയ്യാം. ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നമുക്കിതും കൂടെ നമ്മുടെ ഈ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ കറി മസാല ചേർത്ത് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്താലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ കറി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമ്മൾ മസാല എല്ലാം ഏകദേശം റെഡിയായി. നമുക്കിനി നമ്മുടെ നൂഡിൽസ് അല്ലെങ്കിൽ റൈസ് വെർമിസിലി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തേക്കും കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. നമുക്ക് കാരണം ഇതിനകത്തേക്കും സോസ് ആഡ് ചെയ്യാനുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്
ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സോയ സോസാണ്. അപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സോയ സോസിൻ്റെ തന്നെ പല വേർഷൻ കിട്ടും. അപ്പോൾ എൻ്റെ ഓയിസ്റ്റർ സോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓയിസ്റ്റർ സോസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ഉപ്പ് കാണും ഈ സോസിൽ. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം ഉപ്പ് അതനുസരിച്ച് കുറച്ച് ആഡ് ചെയ്താൽ മതി. നമ്മുടെ സിംഗപ്പൂർ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് എന്താണോ കയ്യിലുള്ളത് അതെല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഇത് റൈസ് വെർമിസിലി ആയതുകൊണ്ട് നമുക്കൊരു നാടൻ ഒരു രുചിയും തോന്നും. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.